ൂരിലെ ദൗത്യം പുനരാരംഭിച്ചിട്ടുണ്ട്. പുഴയിൽ നിന്നും ഇപ്പോൾ മരങ്ങൾ നീക്കാനുള്ള ശ്രമം അത് തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജർ മെഷീൻ എത്തിക്കാൻ വൈകും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിങ്കളാഴ്ച എത്തിക്കുമെന്ന് നേരത്തെ ജില്ലാ ഭരണകൂടം അറിയിച്ചതാണ്. പക്ഷേ കമ്പനി അതിൽ പറ്റില്ല എന്ന് അറിയിക്കുന്നുണ്ട്. 22-ന് മാത്രമേ എത്തൂ എന്നാണ് കമ്പനി പറയുന്നത്. എന്താണ് അതിന് കാരണം? പ്രജിൻ, നിലവിൽ ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഇതിന്റെ ആദ്യഘട്ട കരാർ നൽകിയിട്ടുള്ള കാർവാർ ആസ്ഥാനമായിട്ടുള്ള ഈ ഡ്രഡ്ജിംഗ് കമ്പനിയും അതിന്റെ ഉദ്യോഗസ്ഥരും അതിലെ മാനേജിംഗ് ഡയറക്ടറുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട് എന്നതാണ് കമ്പനി പറയുന്നത്. ഈ മാസം 22-ന് മാത്രമേ ഡ്രഡ്ജർ മെഷീൻ ഗോവ പോർട്ടിൽ നിന്നും നിലവിൽ ഈ ശിരൂരിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നതാണ് അവർ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഈ മഴ മുന്നറിയിപ്പ് ഉൾപ്പെടെ ഉണ്ട് എന്ന് കാലാവസ്ഥ പ്രതികൂലമാണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ അത്തരത്തിലുള്ള കാലതാമസം എടുക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം ഈ തിങ്കളാഴ്ച എത്തിക്കും, അതല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ എത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ എന്തായാലും ആ കമ്പനി, അതായത് ഇങ്ങോട്ട് എത്തിക്കേണ്ട നിലവിൽ ആദ്യഘട്ട കരാർ നൽകിയിട്ടുള്ള കാർവാർ ആസ്ഥാനമായിട്ടുള്ള കമ്പനി പറയുന്നത് ഈ മാസം 22-ന് മാത്രമേ ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ പ്രജിൻ, ഈ ദൗത്യം വീണ്ടും വൈകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഡ്രഡ്ജർ ഇവിടെ എത്താതെ നിലവിൽ ഇപ്പോഴത്തെ ഈ ദൗത്യം മുന്നോട്ട് പോവുക പ്രതിസന്ധിയാണ്. നാവികസേന തന്നെ ഇന്ന് അവർക്ക് കാര്യമായി ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, നിലവിൽ അവർക്ക് കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അവിടെ അവർ നേരത്തെ നടത്തിയ സോണാർ പരിശോധനകളിൽ അവർക്ക് ലഭിച്ച സിഗ്നലുകൾ, അതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ ലോറിയുടെ ലോഹഭാഗങ്ങളും അല്ലെങ്കിൽ കൃത്യമായി ആ തടി കെട്ടിയിട്ടുള്ള കയറുൾപ്പെടെ ആ സ്പോട്ടിൽ നിന്ന് ലഭിച്ചെങ്കിൽ പോലും അവർക്ക് ഒരു ഡീപ്പ് ഡൈവ് നടത്തി, അല്ലെങ്കിൽ ആ നിലവിലുള്ള വലിയ മൺകൂനിയും കല്ലും നിറഞ്ഞ ആ ഭാഗത്തിന് അടിയിലായിരിക്കാം ഒരുപക്ഷെ നിലവിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ള അവരുടെ ശാസ്ത്രീയ പരിശോധനയിൽ ലഭിച്ചിട്ടുള്ള ആ സാന്നിധ്യം ഉണ്ടാവുക. അപ്പോൾ അവർക്ക് അങ്ങോട്ട് എത്തി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആ സ്പോട്ടാണ് അത്. പോയിന്റ് 1, പോയിന്റ് 2 എന്ന രീതിയിൽ നാവികസേന മാർക്ക് ചെയ്തതാണ്. ആ സറൗണ്ടിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈശ്വർ മാൽപ്പയും നാവികസേനയും കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകാത്തതിൻ്റെ കാരണം നിലവിൽ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ ഈ മണ്ണിൻ്റെ സാന്നിധ്യം, പുഴക്കടിത്തട്ടിലെ മണ്ണിൻ്റെ സാന്നിധ്യമാണ്. അത് നീക്കം ചെയ്യാൻ ഡ്രഡ്ജർ അല്ലാതെ മറ്റ് സാധ്യതകളില്ല. ഒരു പ്ലാൻ ബി എന്തായാലും ഇപ്പോൾ പ്രജി നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മറ്റ് ആധുനിക സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഇത് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സാധിക്കില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ എന്തായാലും ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച്, ജില്ലാ ഭരണകൂടമാണ് നിലവിൽ ഇപ്പോഴും ഈ ദൗത്യം ഏകോപിപ്പിക്കുന്നത്. അവർക്കാണ് നിലവിൽ അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്. അവർക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ബി ഉള്ളതായി നമുക്ക് എന്തായാലും അറിവില്ല. അവരുടെ ഭാഗമായി എന്തെങ്കിലും അത്തരം ഒരു പ്രതികരണം നിലവിൽ ഉണ്ടായിട്ടുമില്ല. അല്പസമയം മുമ്പ് കാർവാർ MLA ഇവിടെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ഡ്രഡ്ജർ തന്നെയാണ് സാധ്യമായിട്ടുള്ള ഒരു മാർഗം. അത് പക്ഷേ അല്പം വൈകും എന്ന കാര്യമാണ് അദ്ദേഹം നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലെ ദൗത്യമാണ്. അവർ ആ മരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് ആ റോപ്പ്, അതായത് നിലവിൽ ഇപ്പോൾ മുകളിലുള്ള ക്രെയിനിൽ ഘടിപ്പിച്ചിട്ടുള്ള റോപ്പ് നമുക്ക് കാണാം. അത് ഈ പുഴയുടെ ആഴങ്ങളിൽ തന്നെയാണുള്ളത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഹുക്ക് കൂടി ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായി സ്പോട്ട് ചെയ്ത് ഒന്നുകൂടി ഉയർത്തിയെടുക്കാൻ, അത് മരം തന്നെ ആകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈശ്വർ മാൽപ്പെ നേരത്തെ വ്യക്തമാക്കിയത് അതിനടിയിൽ വലിയ ആൽമരമുണ്ട്, അത് ഇന്ന് തന്നെ നമുക്ക് ഈ ക്രെയിനുകൾ ഉപയോഗിച്ച് ഉയർത്തിയെടുക്കാൻ സാധിക്കും എന്ന് ഈശ്വർ മാൽപ്പെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ദൗത്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മാൽപ്പെ സംഘത്തിൽപ്പെട്ട ഒരു മുങ്ങൽ വിദഗ്ധൻ ആ റോപ്പ് കെട്ടിയിട്ടുള്ള ഭാഗത്തൊന്നുകൂടി അവർ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ദൗത്യം ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരത്തിൻ്റെ ചെറിയൊരു ഭാഗം മുകളിലേക്ക് നിലവിലിപ്പോൾ കയറ്റിയത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. നിലവിലിപ്പോൾ ഇവിടെ ഷിരൂരിൽ മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങൾ ഒന്നുമില്ല. നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മോട്ടോർ ഘടിപ്പിച്ച 2 ബോട്ടുകൾ മാത്രമാണുള്ളത്. അത് നിലവിൽ ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടാണ്. നാവികസേനയും മറ്റ് സംവിധാനങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ തുടർന്ന് അവർ മടങ്ങിയിരുന്നു. NDRFൻ്റെയും SDRFൻ്റെയും ബോട്ടുകളോ അവരുടെ സംഘമോ നിലവിൽ ഈ ഗംഗാവലി പുഴയിലില്ല. മാൽപ്പെ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം കുറച്ചുകൂടി നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻ ലഭിക്കുകയും ചെയ്യും. പ്രജിൻ.
ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിരൂരിലെ ദൗത്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മരങ്ങൾ മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി എന്ന തലത്തിലൊരു വാർത്ത ഇപ്പോൾ വരുന്നത്. ഈ ഡ്രഡ്ജർ എത്തിക്കുന്ന കമ്പനി അത് തിങ്കളാഴ്ച എത്തിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയാണ്, അതിനു മുമ്പ് പുഴയിൽ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതേ തുടർന്ന് മാത്രമേ ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ഈ ദൗത്യം അത് വീണ്ടും നീണ്ടുപോകും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോഴും ജില്ലാ ഭരണകൂടം തന്നെയാണ് ഈ പരിശോധനയ്ക്കും ഒപ്പം തിരച്ചിലിനും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.